തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും CPI ഒന്നാമതെത്തുമെന്ന നെടുമങ്ങാട്ടെ LDF സ്ഥാനാർത്ഥി GR അനിൽ. നയങ്ങളും വികസനങ്ങളുമാണ് തങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും GR അനിൽ പറഞ്ഞു. മണ്ഡലത്തിൽ വികസനം ഇല്ലെന്ന് പറയുന്നത് കാഴ്ചയില്ലാത്തവരാണെന്നും GR അനിൽ 24-നോട് പറഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ വെച്ച് നോക്കിയാൽ ആദ്യം തന്നെ LDF-നുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ പാർട്ടിയാണ് CPI. അതിൽ ഒന്നാമതെത്താനായി, ആത്മവിശ്വാസത്തിൽ ഒന്നാമത് തന്നെ പ്രചാരണത്തിനിറങ്ങാനായി ഇപ്പോൾ ആ മണ്ഡലത്തിൽ ഒന്നാമതായത് ആ പത്രിക കൂടി സമർപ്പിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി കഴിയുമ്പോഴും ഒന്നാമതെത്താനാകുമെന്ന പ്രതീക്ഷ ഉണ്ടോ? അതിലൊരു സംശയവുമില്ല. ഒന്നാമത്തതെന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ ഇരട്ടിയിലേക്കും അതിനേക്കാൾ അപ്പുറത്തേക്കും ജനങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് എവിടെയും കാണാൻ കഴിയുന്നത്. ജനങ്ങളോടൊപ്പം നിന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ കുടുംബങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളുടെ ആനുകൂല്യങ്ങളോ പരിഗണനയോ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾക്കുള്ള പ്രത്യേകത. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല. GR, ഈ മണ്ഡലത്തിലൊരു പ്രത്യേകത നോക്കിയാലേ, കഴിഞ്ഞ തവണ അങ്ങക്കെതിരെ മത്സരിച്ച PS പ്രശാന്ത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു. അങ്ങയ്ക്കൊപ്പം പ്രചരണത്തിൽ സജീവമായിരുന്ന മീനാങ്കൽ കുമാർ അങ്ങക്കെതിരെ നിൽക്കുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ നോക്കുന്നു? അതൊന്നും ഒരു വലിയ കാര്യമല്ല. അതൊന്നുമല്ല കാര്യം. നമ്മൾ നയത്തെയും നമ്മുടെ നിലപാടിനെയും നമ്മുടെ പരിഗണന വിഷയങ്ങളെയുമാണ് ചർച്ച ചെയ്യേണ്ടത്. ആരെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്നു അപ്പുറത്ത് നിൽക്കുന്ന വിഷയങ്ങളൊന്നും ഞാൻ പ്രതികരിക്കുന്ന രീതി ശരിയല്ല. അല്ല, കഴിഞ്ഞ ദിവസം ഈ മീനാങ്കൽ കുമാർ അദ്ദേഹത്തിന്റെ താങ്കളുടെ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു അക്ഷരം ഞാൻ പറയില്ല. അങ്ങനല്ല, താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയായിരിക്കുന്ന മീനാങ്കൽ കുമാർ അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം 24-നോട് സംസാരിച്ചപ്പോൾ ഈ മണ്ഡലത്തിലെ ചില വികസന മുരടിപ്പുകളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അദ്ദേഹത്തിന്? കാരണം കാഴ്ചയില്ലാത്തവർ പറയുന്ന വാക്കുകളാണ്. കണ്ണുള്ളവർക്ക് അതങ്ങനെ പറയാൻ കഴിയില്ല. ഇവിടെ ഇടയ്ക്ക് ഒരു പ്രതികരണം കണ്ടു, കുണ്ടും കുഴിയും അടച്ചതല്ലാതെ ഒരു റോഡും ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്. അപ്പോൾ റോഡിൽ നടന്നു പോകുന്നതോ വാഹനത്തിൽ പോകുന്ന ആളുകളൊക്കെ ആർക്കും തന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് ഈ പ്രചാരണ ഘട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ട പ്രചാരണം ഏകദേശം പൂർത്തീകരിച്ച് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങ് കൈകാര്യം ചെയ്തിരുന്ന ഭക്ഷ്യവകുപ്പിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള പ്രതികരണം ഏതാണ്? അതിനെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ. സമ്പൂർണ്ണമായി പട്ടിണി അകറ്റാൻ, പൂർണ്ണമായി പട്ടിണിയിൽ നിന്ന് മോചിതമാക്കാൻ കേരളത്തിന് സഹായിച്ചത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ മികവാർന്ന പ്രവർത്തനമാണ്. ഏതായാലും പ്രതിപക്ഷത്ത് നിന്ന് ആരെന്ത് വ്യക്തിപരമായ പ്രചാരണങ്ങൾ നടത്തിയാലും അതിനൊന്നും വ്യക്തിപരമായ മറുപടി പറയുന്നില്ല. വികസനവും മതേതരത്വവും സർക്കാരിന്റെ നേട്ടങ്ങളെയും ചൂണ്ടിക്കാട്ടി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് GR അനിൽ നമ്മളോട് പറയുന്നത്. ക്യാമറാമാൻ സജീവനൊപ്പം അജ്മൽ ദാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.